മദ്യപിച്ച് വാഹനം ഓടിച്ച് ലോട്ടറിക്കാരനെ ഇടിച്ച നടൻ സിദ്ധാർത്ഥിനെ നാട്ടുകാർ കെട്ടിയിട്ടു. ഒപ്പം കഴുത്തും ഞെരിച്ചു. മറ്റു താരങ്ങൾ പറയുന്നത്: കഴിഞ്ഞ ദിവസം രാത്രി MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് നടൻ സിദ്ധാർത്ഥിന്റെ വാഹനം വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടത്. കോട്ടയം ഭാഗത്തുനിന്നെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനടയാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാൻ എത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. ഇപ്പോൾ നടനെ കൈകാര്യം ചെയ്ത നാട്ടുകാർക്കെതിരെ താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നടൻ ജിഷിൻ പറയുന്നത്: നമ്മുടെ സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടിയോടിച്ചു. ആ വണ്ടി ഒരാളെ തട്ടി. ഇതിനെ ന്യായീകരിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതിൽ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായിട്ട് തോന്നി. ഇവർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. മദ്യപിച്ചയാളെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. നാട്ടുകാർ ഇവന്റെ കഴുത്ത് കുത്തിപ്പിടിച്ച് ഞെരിച്ച് റോഡിലിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധ കേരളം? മധുവിനെ തല്ലിക്കൊന്നപ്പോൾ കുറെ പേർ പരിതപിച്ചിരുന്നു. എവിടെ? പരിതപിക്കാനൊന്നുമില്ലേ ആർക്കും? എന്തേ? കാരണം അവൻ ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റിയാണ്. എന്നുവെച്ചാൽ മാക്സിമം അവനെ ചവിട്ടിത്താഴ്ത്തണം. ഇപ്പോൾ കുറെ പേർ പറയുന്നുണ്ട് അവൻ മദ്യപിച്ച് വണ്ടിയോടിച്ചതിനാൽ അല്ലേ ഇങ്ങനെ ചെയ്തത് എന്ന്. ഇതിനെ കൈകാര്യം ചെയ്യാനാണോ നാട്ടുകാർ എന്നാണ് താരം ചോദിക്കുന്നത്. കൂടാതെ നടി ശ്രുതി രജനീകാന്ത്, സൗഭാഗ്യ വെങ്കിട്ടേഷ്, നോബിൻ ജോൺ, സിദ്ധാർത്ഥ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുമുളകും എന്ന സീരിയലിലെ കലാദേവി എന്നിവരെല്ലാം നടനെ പിന്തുണച്ച് വരുന്നുണ്ട്. സിദ്ധാർത്ഥിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് കലാദേവി പിന്തുണ അറിയിച്ചത്. എന്തായാലും നാട്ടുകാർ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.